ഇന്ന് നമ്മൾ മാത്സിലെ വളരെ നല്ല ഒരു ചോദ്യം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ 13ാമത്തെ പദം എത്ര? ഇവിടെ തന്നിരിക്കുന്നത് പദങ്ങളുടെ തുകയാണ്. പദങ്ങളുടെ തുകയെ നമ്മൾ എസ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ആദ്യ പദം നമുക്കിവിടെ T1 എന്ന് പറയാം, അവസാന പദം നമുക്ക് Tn എന്ന് പറയാം. ഇതാണ് ഫോർമുല. എസ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn. എസ് എൻ എന്ന് പറയുന്നത് പദങ്ങളുടെ തുകയാണ്, അതിവിടെ 400 ആണ്. അപ്പോൾ 400 ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ഇവിടെ പദങ്ങളുടെ എണ്ണമാണ്, അത് 25 ആണ്. അപ്പോൾ എന്നിന് നമുക്ക് 25 കൊടുക്കാം. അപ്പോൾ 25/2 ഇൻറ്റു T1 പ്ലസ് Tn, ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 400 ഇൻറ്റു 2 അല്ലേ, ഇത് നമ്മൾ ഗുണിക്കാം. 400 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു T1 പ്ലസ് Tn, ആദ്യ പദം പ്ലസ് അവസാന പദം. 400 ഇൻറ്റു 2 നമുക്ക് T1 പ്ലസ് Tn അത് മാത്രം കാണാം. T1 പ്ലസ് Tn, ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയുന്നത് 400 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 25 ആണ്. 400-ൽ എത്ര? 400-നെ 25-നെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 400-ൽ എത്ര 25 ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 100-ൽ 4 25 ഉണ്ട്. അപ്പോൾ 400-ൽ 4 ഇൻറ്റു 4 16 25 ഉണ്ടാവും. അപ്പോൾ 16 25 ഉണ്ട്. അതിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 32 കിട്ടും. അപ്പോൾ T1 പ്ലസ് Tn എന്ന് പറയുന്നത് 32 ആണ്. അത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം പിന്നെ പദങ്ങളുടെ തുക തന്നാൽ, പിന്നെ പദങ്ങളുടെ തുക നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മധ്യപദം കണ്ടുപിടിക്കാൻ, സമാന്തര ശ്രേണിയിലെ മധ്യപദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ ഈ 13ാമത്തെ പദത്തിൻ്റെ പ്രത്യേകത നോക്കേണ്ടത്. ആകെ തന്നിരിക്കുന്നത് 25 പദങ്ങളാണ്. 13ാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉറപ്പായിട്ടും പറയാം 25 പദങ്ങളെടുത്താൽ അതിൻ്റെ മധ്യപദം എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആദ്യ പദത്തിൻ്റെ അവസാന പദത്തിൻ്റെ സം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 13ാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. 13ാമത്തെ പദം കാണാനായിട്ട് 13ാമത്തെ പദം കാണാനായിട്ട് ഒന്നുമില്ല, ആദ്യ പദവും അവസാന പദവും അതിൻ്റെ സമ്മായ 32-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 32-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 ആൻസർ കിട്ടും. 30 അല്ലേ. അതായത് 13ാമത്തെ പദം എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 16. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതേപോലെ കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഓക്കേ.